നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നമ്മുടെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള CWCൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ഒക്കെ കിട്ടുന്ന ജോലിയാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 മുകളിൽ സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക. ഇപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണാതെ കമൻ്റായിട്ടും നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ മെസ്സേജ് വെച്ച് ചോദിക്കുന്ന പ്രവണത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ പ്രയാസമാണ്. കാരണം നിങ്ങൾ പലരും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഡിമാൻഡ് കാരണം അല്ലെങ്കിൽ നമ്മളെന്തോ വലിയ ആളായത് കാരണം നമ്മൾ എടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കമൻറ്റ് അയക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയുള്ളൊരു കാര്യമുള്ള അത്രയും കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, റിപ്ലൈ തരാൻ ശ്രമിക്കുകയും അങ്ങനെ ആകുമ്പം കുറച്ച് മെസ്സേജൊക്കെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണുക. നമ്മൾ എല്ലാ ചെയ്യുന്ന വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്, ഒന്നും നമ്മൾ മറച്ചു വെക്കാറില്ല, ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് GeoGL Eduland. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണാം CWCൻ്റെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് 2 കാറ്റഗറിയിലാണ്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഒന്ന് സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നതാണ്. ഈ പറയുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലുള്ള വേക്കൻസിയിലാണ് നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ട് വിവിധ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കാം ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസീസ്. മാനേജ്മെൻറ്റ് ട്രെയിനി ജനറൽ നിങ്ങൾക്ക് ടോട്ടൽ 40 വേക്കൻസിയാണ് ഇതിലുള്ളത്. അതിൽ ജനറൽ 19, OBC 11, EWSന് 4, SCക്ക് 3, STക്ക് 3, പിന്നെ PWDക്ക് 2 വേക്കൻസി റിസർവ്ഡ് ആണ്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണാം. 60,000 മുതൽ 1,80,000 ആണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നമുക്ക്, അതായത് പോസ്റ്റിംഗ് ലഭിച്ചാലും നമുക്ക് ഇനിഷ്യലി ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് ടൈം തന്നെ നമുക്ക് 88,620 രൂപ കൺസൾട്ടേറ്റ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കെയിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC ആണെങ്കിൽ 31, SC/ST ആണെങ്കിൽ 33 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. PWDക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 12/1/2025 ആണ്. നിങ്ങളുടെ കൂട്ടുകാരാണ് മാക്സിമം അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കലാണ്. 13 വേക്കൻസിയാണ് ഇതിൽ. EWS 1, OBC 3, SC 1, ജനറൽ 8 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇവിടെ വേക്കൻസി ഇല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും സ്കെയിൽ നിങ്ങൾക്ക് സെയിം സ്കെയിലിനാണ് വരുന്നത്. സെയിം ആണ് ഈ പറയുന്ന ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുക. 28 ഏജ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അടുത്തത് അക്കൗണ്ടൻ്റ് ആണ്. അക്കൗണ്ടൻറ്റിൽ നിങ്ങൾക്ക് ജനറൽ 1, EWS 1 വേക്കൻസി വരുന്നുണ്ട്. പിന്നെ വരുന്നത് അത് കറണ്ട് വേക്കൻസിയാണ്. മറ്റേത് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി അവർ ഫില്ല് ചെയ്യാത്ത വേക്കൻസിയാണ്. ഈ പറയുന്ന പ്രീവിയസ് ഇയറിൽ ഫില്ല് ചെയ്യാത്ത വേക്കൻസിയാണ് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ പറയുന്ന SCക്ക് 4, STക്ക് 1, OBCക്ക് 2 അങ്ങനെയാണ് വേക്കൻസി. ആകെ മൊത്തം 9 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ 2 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി വേക്കൻസിയിലെ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. 40,000 മുതൽ 1,40,000 സ്കെയിൽ വരുന്നത്. 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33, OBC NCL ആണെങ്കിലാണ്. പിന്നെ SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന് അടുത്ത നിങ്ങൾക്ക് കാണാൻ സൂപ്രണ്ടൻ്റ് ആണ്. ഇതിലേക്ക് ജനറലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ 13, SC 3, ST 2, OBC 2, EWS 2 ഇങ്ങനെയാണ്. അങ്ങനെ 22 വേക്കൻസിയാണ് ടോട്ടൽ. പിന്നെ ബാക്ക്ലോഗ് വേക്കൻസിയിൽ PWDക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇതിൽ സെയിം സ്കെയിൽ തന്നെയാണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് 81 വേക്കൻസി ഉണ്ട്. SCക്ക് 17, STക്ക് 5, OBCക്ക് 18, ജനറൽ 33, ദെൻ EWS 8 വേക്കൻസി. പിന്നെ ബാക്ക്ലോഗ് വേക്കൻസിയിൽ PWDയിൽ നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. 28 ഇതിലേക്ക് ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ 31, SC/ST ആണെങ്കിൽ 33, PWD ആണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. അത് ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി ലഡാക്കിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വേക്കൻസിയും കൂടെ അവിടെ ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങളുടെ സൂപ്രണ്ടൻ്റ്. ഇതിൽ ജനറൽ നിങ്ങൾക്ക് SRD പറയുന്ന നോർത്ത് ഈസ്റ്റാണ് വരുന്നത്. ജനറൽ 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ജനറൽ ഇവിടെ റിസർവ് വേക്കൻസി ഇല്ല. ജനറൽ ആണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം 40,000 മുതൽ 1,40,000 ആണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇതിൽ
വിളിച്ചിട്ടുണ്ട്. 10 വേക്കൻസി ഇതിലുണ്ട്. SC 1, ST 1, OBC 2, ജനറൽ 5, EWS 1. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതാ സ്കെയിൽ 29,000 മുതൽ 93,000 വരുന്നത്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 വേക്കൻസി ജനറലാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ 2 വേക്കൻസി ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് കാണാം 29,000 to 93,000 വരെയാണ് അതിൻ്റെ സ്കെയിൽ വന്നിരിക്കുന്നത്. 28 ഏജ് ലിമിറ്റ്. ഇതിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. A2 ആണ് ടേബിൾ നമ്പർ ആണ് കേട്ടോ. A2. മറ്റേത് ഫസ്റ്റ് ഞാൻ ടേബിൾ നമ്പർ A1 ആണ്. അപ്പോൾ അത് വെച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ A2ലേക്ക് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇനീഷ്യലി പോസ്റ്റിംഗ് ആണ് ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിലും നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളും ആയിരിക്കും എന്നുള്ളതാണ് ഇനീഷ്യലി. പിന്നീട് അത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ആ ഒരു കാറ്റഗറിയൊക്കെയുള്ള പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും ട്രാൻസ്ഫർ കിട്ടാനൊക്കെ സാധ്യതകളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനീഷ്യലി പോസ്റ്റിംഗ് അവിടെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ടേബിൾ നമ്പർ 2 വേക്കൻസിൻ്റെ ആണ് പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സിന് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികളുടെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അത് ചെക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ടേബിൾ A1 നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന പോസ്റ്റ് കോഡ് ഇവിടെ കാണാൻ പറ്റും. 1, 2, 3, 4 എന്ന് പറയുന്നത്, അതായത് മാനേജ്മെൻറ്റ് ട്രെയിനി, ജനറൽ, ടെക്നിക്കൽ, പിന്നെ അക്കൗണ്ടൻറ്റ്, സൂപ്രണ്ടൻറ്റ് ജനറൽ, ഈ പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതായിരിക്കും അതിൻ്റെ സെലക്ഷൻ. ഇനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് A2 ടേബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സൂപ്രണ്ടൻ്റ് ആണെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 2 രീതിയിൻ്റെ SRD യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കും മറ്റേത് നോർത്ത് ഈസ്റ്റാണ്. അതിലേക്ക് രണ്ടിലേക്കും ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ആണ് 14 ഡിസംബർ ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 2025 ജനുവരി 12 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനുവരി 12 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 12 ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റ് വൈസ് നമുക്ക് നോക്കാം. അവിടെ മാനേജ്മെൻറ്റ് ട്രെയിനിൻ്റെ നോക്കാം. നിങ്ങൾക്ക് ഇതിലൊന്നും എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രിയുടെ കൂടെ തന്നെ നമുക്ക് ആദ്യം ഒരു ഡിഗ്രി വേണം, പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് MBA വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് MBA ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. MBA സ്പെഷ്യലൈസേഷൻ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കൂടെ കാണാം. പേഴ്സണൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും വിഷയത്തിൽ എനി ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് എന്താണ് MBA ആണ്. MBA സ്പെഷ്യലൈസേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്പെഷ്യലൈസേഷനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ MBA നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് എൻറ്റമോളജി ഓർ മൈക്രോബയോളജി ഓർ ബയോ കെമിസ്ട്രിയാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ക്വാളിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റും. PG ആണ്. അത് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഏത് ഡിഗ്രി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ PG ആണ്, MSc ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം അഗ്രികൾച്ചർ വിത്ത് എൻറ്റമോളജി എന്നുള്ള, അപ്പോൾ നിങ്ങൾക്ക് MSc നിങ്ങൾ പഠിച്ച് വിചാരിക്കുക, അല്ല PG നിങ്ങൾ ഏതെങ്കിലും PG എടുത്ത് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന അഗ്രികൾച്ചർ വിത്ത് എൻറ്റമോളജിയോ, അതായത് അഗ്രികൾച്ചർ വിത്ത് എൻറ്റമോളജി നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അഗ്രികൾച്ചർ വിത്ത് അതിൻ്റെ കൂടെ എൻറ്റമോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അഗ്രികൾച്ചർ വിത്ത് മൈക്രോബയോളജി ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് അഗ്രികൾച്ചർ വിത്ത് മൈക്രോബയോളജി ഓക്കെ, ജസ്റ്റ് ഒന്ന് അഗ്രികൾച്ചർ വിത്ത് മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി PG നിങ്ങൾക്ക് അഗ്രികൾച്ചർ വിത്ത് ബയോ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ അഗ്രികൾച്ചർ മാത്രം പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് PGയിൽ നിങ്ങൾ അഗ്രികൾച്ചർ നിങ്ങളുടെ കോർ സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരു സബ്സിഡറി ആയിട്ടാണെങ്കിലും ഈ പറയുന്ന എൻറ്റമോളജിയോ അല്ലെങ്കിൽ മൈക്രോബയോളജിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബയോ കെമിസ്ട്രിയോ പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത് നിങ്ങൾക്കിവിടെ ഫസ്റ്റ് ക്ലാസ്, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ബയോ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അഗ്രികൾച്ചറിനെ വേണമെന്നില്ല. ബയോ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എന്താണ് PG ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ MSc ബയോ കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് മാത്രമല്ല MSc സുവോളജി വിത്ത് എൻറ്റമോളജി കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. MSc സുവോളജി എടുത്തു,
എന്നിട്ട് നിങ്ങൾ എന്താണ് അതിൽ എൻറ്റമോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ അടുത്തിടെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, സുവോളജി പഠിച്ച് വെറുതെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം സുവോളജിൻ്റെ ഒക്കെ വേക്കൻസികളുണ്ട്, നമ്മൾ തന്നെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും അതിനുള്ള പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ച് തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ പറയുന്ന PG അഗ്രികൾച്ചർ വിത്ത് എൻറ്റമോളജിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ വിത്ത് മൈക്രോബയോളജിയോ അതല്ലെങ്കിൽ അഗ്രികൾച്ചർ വിത്ത് ബയോകെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് PG ബയോകെമിസ്ട്രി, MSc ബയോകെമിസ്ട്രി ഡയറക്റ്റ് കഴിഞ്ഞു അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ MSc സുവോളജി അതായത് PG സുവോളജി വിത്ത് എൻറ്റമോളജി കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷ് വേക്കൻസിയാണ്, ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. അടുത്ത നമുക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BCom ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BA ഉള്ളവർക്ക് BA കൊമേഴ്സ് ആയിരിക്കണം, BA കൊമേഴ്സ് കഴിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് CA ഉള്ളവർക്കും അതുപോലെ നിങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് OWACS അക്കൗണ്ട്സ് കഴിഞ്ഞവർക്കും അതുപോലെ SAS അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇതിലേക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇനി അടുത്ത സൂപ്രണ്ടൻറ്റ് ജനറലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനി പോസ്റ്റ് ഗ്രാജുവേഷനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ എനി ഡിസിപ്ലിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അതായത് MA, MSc, നിങ്ങൾക്ക് ഈ പറയുന്ന MCom അതല്ലെങ്കിൽ നിങ്ങൾക്ക് ME or MTech, എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു PG ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ഇന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് 5ാമത്തേത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അഗ്രികൾച്ചറിൽ ജസ്റ്റ് BSc അഗ്രികൾച്ചറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഡിഗ്രിയിൽ നിങ്ങൾ സുവോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഡിഗ്രി കോർ സബ്ജക്റ്റ് ഏതായാലും ജസ്റ്റ് നിങ്ങൾ സുവോളജിയിൽ ഇപ്പോൾ സുവോളജി ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി കെമിസ്ട്രി ഡിഗ്രി കഴിഞ്ഞ് BSc ഈ പറയുന്ന കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കോർ സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് സുവോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മതി. ഇനി അതുപോലെ നിങ്ങൾ ഡിഗ്രിയിൽ നിങ്ങൾ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ബയോകെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഡിഗ്രിയിൽ സുവോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇതിനടുത്ത് നമ്മൾ ടേബിളിൻ്റെ രണ്ടാമത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനാണ് ടേബിൾ A2 ആണ് നോക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ തന്നെ സൂപ്രണ്ടൻറ്റ് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള PG ഉണ്ടായിരിക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അതേ സെയിം പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പറയാം. ഒക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതായത് അഗ്രികൾച്ചറിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഡിഗ്രിയിൽ സുവോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ കെമിസ്ട്രി സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ. ഇനി അതല്ല നിങ്ങൾ ഗ്രാജുവേഷനിൽ ബയോകെമിസ്ട്രി സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനാണ്. അപ്പോൾ അത് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റിംഗ് പ്ലേസ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിലായിരിക്കും പോസ്റ്റിംഗ്. അതുകൊണ്ടാണ് സെയിം ക്വാളിഫിക്കേഷനാണ് ഇത് വരുന്നത്. ഇതിലേക്കൊന്നും യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഞാൻ പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3, PWD 10 വർഷം, പിന്നെ എക്സ് സർവീസിന് നിശ്ചയമായ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ജനറൽ ടെക്നിക്കൽ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ നോളജ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 100 മാർക്കാണ്. ദെൻ ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25, ദെൻ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 25, ഡാറ്റ അനലിസ്റ്റ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് 30. അങ്ങനെ 200 മാർക്കിൽ 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലൊന്നും എക്സാം ഉണ്ടാവില്ല, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൂടെ അക്കൗണ്ടൻറ്റ് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാം ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആയിരിക്കും. പ്രൊഫഷണൽ നോളജ് പറഞ്ഞ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് വെയിറ്റേജും അതിൻ്റെ ക്വസ്റ്റ്യൻ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇതിനടുത്ത് സൂപ്രണ്ടൻ്റ് ആണെങ്കിലും ഇതിൽ എല്ലാം ഞാൻ റീഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൂടെ സ്ക്രീനിൽ വായിക്കാവുന്നതാണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്കൂടെ നോക്കാം. 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് സീരീസൊക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സിലബസും തിരഞ്ഞ് നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. ഓക്കെ,
ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡിസംബർ 14 മുതൽ നിങ്ങൾക്ക് ജനുവരി 12 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 2025. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, പാസ്വേഡ്സ്, സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ വാചകം. ഇതുപോലെ നിങ്ങൾ വൈറ്റ് പേപ്പറിലേക്ക് എഴുതാം. ഓക്കെ, വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക, എന്നിട്ട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലറേഷനാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ ഒന്നും യൂസ് ചെയ്യരുത്. എങ്ങനെയാണോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് അതേപോലെ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, അത് എഴുതിയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസാണ് ഇതിൽ വലിയൊരു എമൗണ്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ കാണാം. കാരണം ഇതിലേക്ക് ഒരുപാട് അപേക്ഷകൾ തള്ളിക്കയറി വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ആളുകളാകുമ്പം കോമ്പറ്റീഷൻ കുറയും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കത് മീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ EWS OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1350 രൂപ അപേക്ഷ ഫീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉറപ്പുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇതിൽ കേരളത്തിൽ വിവിധ വേക്കൻസികൾ ഞാൻ കാണിക്കാം. ഇതിന് SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 500 രൂപയായിട്ടാണ് ഫീ കൊടുക്കേണ്ടത് കേട്ടോ. അവർക്ക് ഇൻറ്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം പാടെ വിട്ടുപോയി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 500 മതി കേട്ടോ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് 500 റുപ്പീസ് മാത്രം ഫീ കൊടുത്താൽ മതി. വേറെ ചാർജ് ഒന്നുമില്ല, ജസ്റ്റ് ഈ പറയുന്ന ഇൻറ്റിമേഷൻ ചാർജ് ഉള്ളൂ. ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഫീമെയിൽ ആണോ നിങ്ങൾക്ക് 500 മതി. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിലുണ്ട്. ജസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ കേരള ലക്ഷദ്വീപിലുള്ളവർക്ക് കൊച്ചി, എറണാകുളം, അവിടെ കാണാൻ നിങ്ങൾക്ക് തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, തൃശ്ശൂർ, കോട്ടയൊക്കെയാണ് നമുക്ക് എക്സാം സെൻറ്റർ ഉള്ളത്. ഇനി തമിഴ്നാടാണെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി, സേലം, തിരുനെൽവേലി, വെല്ലൂരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ അവിടെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ചും കൂടെ നല്ലത്. ലൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ 200x230 പിക്സലുള്ള പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 20 GB 80 GB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് റീസൈസ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് GeoGL സെർച്ച് ചെയ്താൽ മതി. ഈസി ടൂൾസിൽ നിങ്ങൾക്ക് SLCയുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ, ഫോട്ടോ എഡിറ്റർ, ഏജ് കാൽക്കുലേറ്റർ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ ഉണ്ട്. സിഗ്നേച്ചർ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ബ്ലാക്ക് പേന കൊണ്ടായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. അത് നമ്മൾ സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. 140x60 പിക്സലായിരിക്കണം ഫയൽ സൈസ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കാണിക്കാം. ദെൻ 10 GB 20 GB ഫയൽ സൈസ് വരേണ്ടത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ട്. 240x250 പിക്സലായിരിക്കും ഡയമെൻഷൻ. 20 GB to 50 GB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നിങ്ങൾക്ക് 800x400 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്. 50 GB 100 GB ഇടയിലായിരിക്കണം ഫയൽ സൈസ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിലായിരിക്കും. അതിൻ്റെ ലിസ്റ്റ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വിവിധ റീജിയണൽ ഓഫീസിലേക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ സെല്ലിലും അങ്ങനെ അതിൻ്റെ വെയർഹൗസിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിൽക്കണം, ഇടത്തല, എറണാകുളം, കാക്കനാട്, കാക്കഞ്ചേരി നിൽക്കണം, കാഞ്ചിക്കോട് നിൽക്കണം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് നിൽക്കണം. അങ്ങനെ ഓരോരോ പ്രദേശങ്ങളുണ്ട് കേട്ടോ. ട്രിവാൻഡ്രമൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്കിവിടെ ഈ പറയുന്ന തമിഴ്നാടാണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ഇവിടെ കാണാം. ഇങ്ങനെ ഇത്രയും പ്രദേശങ്ങളുണ്ട്. ഇനിയിപ്പം കർണാടക ആണെങ്കിൽ ഇവിടെയൊക്കെ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ സെൻറ്റർ നമുക്കിവിടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിലേക്ക് SC/ST OBC ഒക്കെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ളത് അത് മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ ഈ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. ഇതിപ്പോൾ നമ്മുടെ SC/ST കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. അതെല്ലാം ഇതിൽ തന്നെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ കാണാം OBC കാൻഡിഡേറ്റ്സിൻ്റെ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് ബാധകമാവുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ താലൂക്കിൽ നിന്നാണ് ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത്. തഹസിൽദാർ അറ്റ്ലീസ്റ്റ് നമ്മുടെ തഹസിൽദാരെങ്കിലും ഇഷ്യൂ ചെയ്ത് തരണം എന്നുള്ളതാണ്. പിന്നെ ഒരു OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ പാടെ നമ്മൾ റെഡിയാക്കണം. ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ചെയ്താലും മതി എന്നുള്ളതാണ്. ഇത് നമ്മളെന്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇതിൽ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് ഈ പറയുന്ന OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് എക്സ്ട്രാ. ഇനി അതോടൊപ്പം തന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട കാറ്റഗറി സർട്ടിഫിക്കറ്റും EWSന് വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാ മാതൃകയിലും ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ പറയുന്ന നമ്മുടെ നോട്ടിഫിക്കേഷനിൽ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GeoGL എജുലാൻഡ് എന്ന് സെർച്ച് ചെയ്താലും മതി. സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലെ ഹോം പേജ് കയറാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന കോളം കാണാം, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എന്ന കോളം കാണാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, CWC
റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ടൈറ്റിൽ നോക്കിയാൽ CWC റിക്രൂട്ട്മെൻറ്റ് 2024 പറഞ്ഞിട്ട് 179 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റും അതിൻ്റെ പബ്ലിഷ് ചെയ്ത ഡേറ്റൊക്കെ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പേജ് വൈസ് ആയിട്ട് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും, ഒരിക്കലും ഇതൊന്ന് റിമൂവ് ആയി പോകില്ല. അപ്പം ജസ്റ്റ് ഇവിടെ CWC റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും എന്താണ് എലിജിബിലിറ്റി കണ്ടീഷൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൂടെ കാണാം. ഇപ്പോൾ IBPSൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ് അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡ് അവർ തരും. അത് വെച്ച് നമുക്ക് സബ്മിറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ഫസ്റ്റ് നെയിം ദെൻ കൺഫേം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നിങ്ങൾ കൊടുക്കുക. മൊബൈൽ നമ്പർ, ദെൻ പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡിയിൽ ഏതാണ് നിങ്ങളുടെ ഡൊമൈൻ, ഇപ്പോൾ നിങ്ങൾ ആ ഡൊമൈൻ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ gocl@gmail.com ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ gocl@eduland@gmail.com, അപ്പോൾ gocl@eduland ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡൊമൈൻ എന്ത് ചെയ്യുക ഇവിടുന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ കംപ്ലീറ്റ് ഡൊമൈൻ നെയിം അടക്കം നമ്മുടെ യൂസർ നെയിമും ഡൊമൈൻ നെയിം അടക്കം നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് അടിയിലും നമ്മൾ കൺഫേം ചെയ്യുക. ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും മെയിലിലേക്കും ഈ പറയുന്ന പാസ്വേഡും രജിസ്റ്റർ നമ്പറും വരും. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. നമ്മൾ പിന്നെ ലോഗൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റേജ് ഫോട്ടോ സിഗ്നേച്ചറിലേക്ക് വരും. ആ ഫോട്ടോ സിഗ്നേച്ചറിൽ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ആഡ് ചെയ്യണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘട്ടം വരുന്നത്. ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഫോമാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് തന്നെ നിങ്ങൾക്ക് കാണാം. കോൺടാക്ട് അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, ചാനലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എത്രയാണ് നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തു തരാവുന്നതാണ്. അതിൻ്റെ കറക്റ്റ് പ്രിൻ്റ് എടുക്കുന്നവരുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് മാക്സിമം നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.